ഞാൻ സൂര്യ. വെൽക്കം ടു അവർ ചാനൽ മിലിന്ദ PSC. ഇന്ന് നമ്മൾ മാത്സിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് എക്സ്പോണൻസ് എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് എക്സ്പോണൻസ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എന്താണ് സാധാരണയായിട്ടൊരു PSCയിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കിപ്പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ് a⁻y. എങ്ങനെയാണ്? a⁻y. ഇതെന്താണ്? ഒരു കൃത്യംഗം അല്ലെങ്കിൽ ഒരു എക്സ്പോണന്റ് ഫോമിലാണ്. ഇതിൽ എനെ നമ്മൾ എന്ത് പറയും? അതായത് എനെ എന്താണ് പറയുക? ബേസ് എന്ന് പറയും. എനെ എന്താണ്? ബേസ് എന്ന് പറയും. ഇവിടെ എന്താണ്? a⁻y എന്നാണ് എഴുതി. ഇതിൽ എനെ എന്താണ് പറയുക? ബേസ് എന്ന് പറയും. അതുപോലെ വൈനെ എന്ത് പറയും? പവർ എന്ന് പറയും. എന്താണ്? വൈനെ എങ്ങനെ പറയും? പവർ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് എഴുതുന്നത്? a⁻y. ഈ ഫോമിലാണ് നമ്മൾ ഇത് എഴുതുക. ഇവിടെ എനെ എന്താണ് പറയുക? ബേസ് എന്ന് പറയും. അതുപോലെ വൈനെ ആണെങ്കിൽ എന്താണ്? പവർ എന്ന് പറയും. ഇനി നമുക്ക് എന്താണ് എക്സ്പോണൻസിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ എന്താണ് ഇതിൽ ബേസിക് ആയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ എന്താണ് അത് ആദ്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ഓരോന്നായിട്ട് നോക്കി പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒന്നാമത്തെ റൂൾ എന്താണ്? അതായത് a⁻0. എന്താണ്? a⁻0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? അതായത് a⁻0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1 ആണ്. അതായത് ഏത് സംഖ്യ ആണെങ്കിലും raised-0 വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്? 1 ആണ് വരിക. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് കണ്ടീഷൻ എന്താണ്? a≠0 ആയിരിക്കണം. അതായത് എന്താണ്? a0 അല്ലെങ്കിൽ അതേ ഏത് സംഖ്യ raised-0 വന്നിട്ടുണ്ടെങ്കിലും എന്താണ്? 1 ആണ് വരിക. പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്താണ്? ഈ a എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അല്ലാതെ ഏത് സംഖ്യ ആണെങ്കിലും എന്താണ്? raised-0 വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? 1 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂള് നോക്കാം. രണ്ടാമത്തെ റൂൾ എന്താണ്? അതായത് a⁻n. എന്താണ്? a⁻n. a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/a⁻n ആണ്. എന്താണ്? a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/a⁻n ആണ്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോ പറയാണ് 5⁻³ എന്താണ്? 5⁻³ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്രയാണ്? അതായത് 1/5³ ആണ്. എത്രയാണ്? 1/5³. അപ്പൊ എന്താണ്? a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1/a⁻n ആണ്. അതായത് ഇപ്പൊ 5⁻³ ആണെങ്കിൽ 1/5³ ആണ്. ഇങ്ങനെയാണ് ഇത് എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റൂൾ നോക്കാം. ഏതാണ്? മൂന്നാമത്തെ റൂള് എന്താണ്? a⁻m × a⁻n. എന്താണ്? a⁻m × a⁻n. a⁻m × a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a⁻m+n ആണ്. എന്താണ്? a⁻m × a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a⁻m+n ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതായത് 5⁻³ എന്താണ്? 5³ × 5² എന്താണ്? ഇവിടെ എന്താണ്? ബേസ് രണ്ടും എന്താണ്? സെയിം ആണ്. അതായത് a⁻m × a⁻n ആണ്. അപ്പോൾ ബേസ് എന്താണ്? ഇവിടെ രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ എടുത്തതാണ് 5³ × എന്താണ്? 5² ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഇവിടെ എന്താ പറഞ്ഞത്? അതായത് ബേസ് സെയിം ആണ്. അപ്പോൾ എന്താണ്? a⁻m+n ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 5⁻3+2 എത്രയാണ്? 5⁻3+2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5�5. മനസ്സിലായില്ലേ? അതായത് 5³ × 5² എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 5⁻3+2. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5⁻3+2 എന്ന് വെച്ചാൽ 5⁻5. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂള്. ഇനി നമുക്ക് അടുത്ത റൂൾ നോക്കാം. നാലാമത്തെ റൂൾ എന്താണ്? അതായത് a⁻m /a⁻n. എന്താണ്? a⁻m /a⁻n. a⁻m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a⁻m−n ആണ്. എന്താണ്? a⁻m /a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a⁻m−n ആണ്. എന്താണ്? a⁻m−n. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 2³ / 2². എന്താണ്? 2³ / 2². ഇവിടെ എന്താണ്? ബേസ് രണ്ടും എന്താണ്? സെയിം ആണ് കേട്ടോ. ഇവിടെ എന്താണ്? പവർ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് a⁻m / a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁻m−n ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് 2³ / 2². ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 അതായത് മുകളിലുള്ളതിനോട് എന്താണ്? താഴെയുള്ളതിന്റെ പവർ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
അപ്പൊ എന്താണ് 3 - 2 എത്രയാണ് 2⁻³ - 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2⁻1 അത് എത്ര തന്നെയാണ് 2 തന്നെയാണ് 2⁻1 എന്ന് പറയുമ്പോൾ 2 തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ റൂള്. എന്താണ് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് a⁻m - n ആണ്. ഇനി നമ്മുടെ അടുത്ത റൂള് ഏതാണ് അഞ്ചാമത്തെ റൂള്. അഞ്ചാമത്തെ റൂള് നമുക്ക് നോക്കാം. അതായത് a⁻m all raised to n a⁻m all raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് a⁻mn ആണ്. എന്താണ് a⁻m all raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് a⁻m × n ആണ്. അപ്പൊ ഇവിടെ എന്താണ് a⁻m all raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁻mn ആണ്. അപ്പൊ നമുക്ക് അതൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കാണ് 5⁻2 all raised to 3 എന്താണ് 5 സ്ക്വയറിന് എന്താണ് പിന്നെ എന്താണ് raised to 3 എന്താണ് 5⁻2 all raised to 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് 5 പിന്നെ എന്താണ് 2 × 3 എത്രയാണ് 6. അപ്പം 5⁻6 അതായത് മനസ്സിലായില്ല. അതായത് അഞ്ചാമത്തെ റൂൾ എന്താണ് a⁻m all raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁻mn ആണ്. അതായത് a⁻m × n ആണ്. അപ്പൊ ഇവിടെ എന്താണ് 5 സ്ക്വയർ raised to 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതായത് 2 × 3 5⁻2 × 3 എത്രയാണ് 5⁻6. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ റൂള്. ഇനി നമുക്ക് അടുത്ത റൂള് നോക്കാം. അടുത്ത റൂൾ ഏതാണ് ആറാമത്തെ റൂള്. ആറാമത്തെ റൂൾ എന്താണ് അതായത് ഇത്രയും നേരം നമ്മൾ എന്താണ് അതായത് ബേസ് അവിടെ സെയിം ആയിട്ട് നിന്നിട്ട് എന്താണ് ഇവിടെ എന്താണ് പവർ മാത്രമാണ് ഇത്രയും നേരം മാറിയത്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് അതായത് ആറാമത്തെ റൂള് നോക്കാം. അതായത് a⁻m × b⁻m എന്താണ് a⁻m × b⁻m ഇവിടെ എന്താണ് പവർ സെയിം ആണ് പക്ഷെ എന്താണ് ബേസിനാണ് മാറ്റമുള്ളത്. അപ്പൊ എന്താണ് a⁻m × b⁻m a⁻m × b⁻m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് a⁻b⁻m ആണ്. എന്താണ് a⁻b⁻m ആണ് അതായത് a⁻b⁻m. അപ്പൊ എന്താണ് a⁻m × b⁻m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് a⁻b⁻m ആണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം 2 സ്ക്വയർ × 3 സ്ക്വയർ എന്താണ് 2 സ്ക്വയർ × 3 സ്ക്വയർ. അപ്പൊ എന്താണ് ഇവിടെ രണ്ടും എന്താണ് പവർ സെയിം ആണ് 2 ആണ്. അപ്പൊ ഇവിടെ ബേസ് എന്താണ് ഒന്ന് 2 ആണ് 3 ആണ്. അപ്പൊ എങ്ങനെയാണ് വരിക അതായത് ഈ ബേസ് എന്താണ് ഈ ബേസിനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എന്താണ് റേസ് ഇവിടെ കോമൺ ആയിട്ടുള്ള പവർ ഏതാന്ന് വെച്ചാൽ എഴുതുക. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് അതായത് 2 × 3 എത്രയാണ് 6⁻2 എന്താണ് ഇവിടെ അതായത് a⁻m × b⁻m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁻b⁻m ആണ്. അപ്പൊ 2 സ്ക്വയർ × 3 സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് 2 × 3 റേസ് ടു എന്താണ് ഇവിടെ കോമൺ ആയിട്ടുള്ള പവർ ഏതാണ് 2. അപ്പം 6 സ്ക്വയർ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് 2 സ്ക്വയർ × 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് 6 സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ആറാമത്തെ റൂള്. നമുക്കിനി അടുത്ത റൂള് നോക്കാം. ഏഴാമത്തെ റൂള്. ഏഴാമത്തെ റൂൾ എന്താണ് അതായത് ഇപ്പം a/b⁻m എന്താണ് ഏഴാമത്തെ റൂള് a/b⁻m എന്താണ് a/b⁻m. ഇത് നമുക്ക് എങ്ങനെ എഴുതാം അതായത് a⁻m ഡിവൈഡഡ് ബൈ b⁻m എന്ന് എഴുതാം. എന്താണ് a/b⁻m എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം a⁻m ഡിവൈഡഡ് ബൈ b⁻m എന്ന് എഴുതാം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അതായത് 5/2 എന്താണ് ഒരു 5/2 നമ്മൾ a/b എന്നുള്ള ഫോമിലാണ് എഴുതാറുണ്ട്. എന്താണ് 5/2 അതിന് റേസ് ടു എന്ന് ഒരു 3 അതായത് 5/2³ എന്ന് എഴുതുകയാണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം അതായത് 5³ ഡിവൈഡഡ് ബൈ 2³ എന്ന് എഴുതാം. എങ്ങനെയാണ് 5³ ഡിവൈഡഡ് ബൈ 2³ എന്ന് എഴുതാം. ഏതിനെയാണ് അതായത് എന്താണ് a/b⁻m a/b⁻m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് a⁻m ഡിവൈഡഡ് ബൈ b⁻m എന്ന ഫോമിൽ എഴുതാം. അപ്പൊ എന്താണ് അതായത് ഇവിടെ എന്താണ് 5/2 all raised to 3 അതായത് 5/2³ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം 5³ ഡിവൈഡഡ് ബൈ എന്താണ് 2³ എന്ന് എഴുതാം. അപ്പൊ എന്താണ് ഇവിടെ 5/2 all³ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 5³ ഡിവൈഡഡ് ബൈ 2³ ആണ്. ഇതാണ് നമ്മുടെ ഏഴാമത്തെ റൂള്. ഇനി അടുത്തൊരു റൂള് എന്താണ് എട്ടാമത്തെ റൂള്. അതായത് എട്ടാമത്തെ റൂള് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതായത് നമ്മളിപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറയാണ്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യേന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ അതായത് എക്സിന് നമ്മളിപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അത് നമുക്ക് എങ്ങനെ എഴുതാം അതായത് x⁻1/2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം എക്സ് അതായത് റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം x⁻1/2 എന്ന് എഴുതാം. ഇനി അതുപോലെ എന്താണ് സാധാരണ റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എന്താണ് സ്ക്വയർ റൂട്ടാണ്. ഇനി അതല്ലെങ്കിൽ എന്താണ് ക്യൂബ് റൂട്ട്. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് x⁻1/3 എന്ന് എഴുതാം. എങ്ങനെയാണ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് x⁻1/3 എന്ന് എഴുതാം. ഇനി ഫോർത്ത് റൂട്ട് ആണെങ്കിലോ അതായത് ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് എന്നാണെങ്കിൽ എങ്ങനെ എഴുതാം x⁻1/4 എന്ന് എഴുതാം. അപ്പൊ എന്താണ് റൂട്ട് മാത്രമാണ് തന്നെയെന്ന് വെച്ചാൽ അതായത് റൂട്ട് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം x⁻1/2 എന്ന് എഴുതാം. ഇനി അതായത് ഏതൊരു സംഖ്യ അതായത് ഇവിടെ ക്യൂബ് റൂട്ട് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് x⁻1/3 എന്ന് എഴുതാം.
ഇനി അതുപോലെ ഇവിടെ എന്താണ് nth റൂട്ട്, അതായത് nth റൂട്ട് ഓഫ് എക്സ് എന്നാണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/n എന്ന് എഴുതാം. എന്താണ്? എക്സ് റേസ് ടു 1/n എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ അടുത്ത അതായത് എട്ടാമത്തെ റൂൾ എന്താ നോക്കാം. ഇപ്പൊ ഇങ്ങനെ എഴുതാന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മുടെ എട്ടാമത്തെ റൂള്, അതായത് എട്ടാമത്തെ റൂൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ nth റൂട്ട് ഓഫ് a raised to m. എന്താണ്? എട്ടാമത്തെ റൂളാണ്. എന്താണ്? nth റൂട്ട് ഓഫ് a raised to m. nth റൂട്ട് ഓഫ് a raised to m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a raised to m/n ആണ്. എന്താണ്? nth റൂട്ട് ഓഫ് a raised to m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a raised to m/n ആണ്. എന്താണ്? a raised to m/n. അതായത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അതായത് റൂട്ട് ഓഫ് 2 ക്യൂബ്. എന്താണ്? 2 ക്യൂബ്. അപ്പൊ എന്താണ്? വെറും റൂട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് സാധാരണ റൂട്ട് മാത്രമായിട്ട് പറയുമ്പോൾ എന്താണ്? അത് സ്ക്വയർ റൂട്ട് ആണ്. അതായത് എന്താണ്? ഇവിടെ 2 ആണ് വരിക. അപ്പൊ എന്താണ്? സ്ക്വയർ റൂട്ട് അല്ലേ? സ്ക്വയർ റൂട്ട് ആകുമ്പോൾ എന്താണ്? 2 ക്യൂബ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 2 raised to 3/2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 2 raised to 3/2. അതായത് നമ്മുടെ എട്ടാമത്തെ റൂൾ എന്താണ്? അതായത് nth റൂട്ട് ഓഫ് a raised to m നെ നമുക്ക് എങ്ങനെ എഴുതാം? a raised to m/n എന്ന് എഴുതാം. എങ്ങനെയാണ്? nth റൂട്ട് ഓഫ് a raised to m എന്താണ്? a raised to m/n ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3/2 എന്ന് എഴുതാം. അതെന്താണ്? ഇവിടെ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട്. ഇനി അതുപോലെ വേറൊരു നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കാന്ന് വിചാരിച്ചോ. അതായത് ഇപ്പം ക്യൂബ് റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്നാണ് ഞാൻ എടുക്കുന്നത്. എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 2 സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 square by 3 എന്ന് എഴുതാം. അതായത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 2 സ്ക്വയർ. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 2/3 എന്ന് എഴുതാം. എന്താണ് എഴുതാൻ പറ്റുക? 2 raised to 2/3 എന്ന് എഴുതാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ റൂൾസ്. അതായത് നമ്മൾ 8 റൂൾസ് ആണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ആ റൂൾസ് ഏതാന്ന് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏതാണ്? ഒന്നാമത്തെ റൂള്. അതായത് എന്താണ്? a raised to 0. a raised to 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 1. അതായത് ഏത് സംഖ്യ raised to 0 ആണെങ്കിൽ എന്താണ്? 1 ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ റൂള് a raised to -n. a raised to -n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/a raised to n. മൂന്നാമത്തെ എന്താണ്? a raised to m into a raised to n എന്ന് വെച്ചാൽ എന്താണ്? a raised to m plus n ആണ്. നാലാമത്തെ റൂള് a raised to m divided by a raised to n. എന്താണ്? a raised to m minus n. ഇനി അഞ്ചാമത്തെ റൂൾ എന്താണ്? a raised to m all raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a raised to m into n അല്ലെങ്കിൽ a raised to mn ആണ്. ആറാമത്തെ റൂള് എന്താണ് പറഞ്ഞത്? അതായത് a raised to m into b raised to m. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a into b raised to m അല്ലെങ്കിൽ എന്താണ്? ab raised to m ആണ്. ഏഴാമത്തെ റൂൾ എന്താണ്? a by b raised to m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a raised to m divided by b raised to m ആണ്. ഇനി അവസാനത്തെ റൂൾ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് nth റൂട്ട് ഓഫ് a raised to m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a raised to m/n ആണ്. ഇത്രയുമാണ് നമ്മൾ എന്താണ് എക്സ്പോണൻഷ്യൽ പഠിക്കുമ്പോൾ എന്താണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട റൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഓരോരോ ടൈപ്പ് പ്രോബ്ലംസ് ആയിട്ട് ചെയ്തു പോകാം. അതായത് നമുക്ക് എങ്ങനെയാണ് ഇന്ന് 2-3 ടൈപ്പ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അതായത് ഇരട്ടി കാണുന്നത്, അതായത് ഒരു എക്സ്പോണന്റ് അല്ലെങ്കിൽ ഒരു കൃത്യങ്കം തന്നിട്ട് എന്താണ് അതിന്റെ ഇരട്ടി കാണുന്നത് എങ്ങനെയാണ്, അതുപോലെ അതിന്റെ പകുതി കാണുന്നത് എങ്ങനെയാണ്, അതിന്റെ സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാണ്. ഈ 3 ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ എന്താണ്? ആദ്യം നമുക്ക് എന്താണ് ഇരട്ടി കാണുക എങ്ങനെയാണ്, അതായത് ഒരു കൃത്യങ്കം തന്നു കഴിഞ്ഞിട്ട് ഇരട്ടി കാണുക എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതായത് ഏതൊരു സംഖ്യ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇരട്ടി കാണുക? അതായത് തന്നിരിക്കുന്ന സംഖ്യനെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഇരട്ടി കാണാം. അപ്പൊ നമ്മൾ എന്താണ് എക്സ്പോണൻസിന്റെ കേസിലും എങ്ങനെ തന്നെയാണ് നമ്മൾ ഇരട്ടി കാണാന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ നമുക്കത് എന്താണ് എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി പോകാം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് 2 raised to 50. എന്താണ് 2 raised to 50? ഈ 2 raised to 50ന്റെ ഇരട്ടി എങ്ങനെയാണ് കാണുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 2 raised to 50ന്റെ ഇരട്ടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 2 raised to 15നോട് എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് 2 raised to 15 എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 raised to 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് സാധാരണയുള്ള ഒരു സംഖ്യനൊക്കെ നമ്മൾ അതായത് എന്താണ് പവർ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ സംഖ്യേന്റെയും പവർ എത്രയാണ്? 1 ആണ് പവർ. അതായത് നമ്മൾ ഏതൊരു സംഖ്യ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെന്താണ് പവർ എത്രയായിട്ടുണ്ടാവും? 1 ആയിട്ടുണ്ടാകും. അപ്പൊ ഈ 2ന്റെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 raised to 1 ആണ്. 2ന്റെ പവർ എത്രയാണ്? 2 raised to 1 ആണ്. അപ്പൊ എന്താണ് 2 raised to 15 into 2 raised to 1 ഇതല്ലേ നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പം അതായത് നമ്മൾ ആദ്യം തന്നെ എന്താണ് റൂള് പഠിച്ച സമയത്ത് പഠിച്ചു എന്താണ് a raised to m into a raised to n. എന്താണ് a raised to m into a raised to n equal to a raised to m plus n ആണ്. എന്താണ് a raised to m into a raised to n എന്താണ് a raised to m plus n ആണ്. അപ്പൊ ഇവിടെ എന്താണ് 2 raised to 15 into 2 raised to 1 അങ്ങനെ പറയുമ്പോൾ എന്താണ് അതായത് 2 raised to 15 plus 1 എത്രയാണ്? 2 raised to 51 ആണ്. അപ്പൊ ഇങ്ങനെ ഇരട്ടി കാണാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 raised to 15 ഇരട്ടി എന്ന് പറയുമ്പോൾ 2 raised to 15 എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ എത്രയാണ് 2^15 ഇൻറ്റു എന്താണ് 2 എന്ന് പറയുമ്പോൾ 2^1 ആണ്. അതായത് 2^15 ഇൻറ്റു 2^1. ഇവിടെ നമുക്ക് എന്താണ് a⁻m ഇൻറ്റു a⁻n, അതെന്ന് വെച്ചാൽ a⁻m+n ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് 2^15 ഇൻറ്റു 2^1 എത്രയാണ് 2^51. അതായത് ഈ രണ്ട് പവേഴ്സും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി നമുക്ക് 2^51 എന്ന് കിട്ടി. ഇനി എന്താണ് എല്ലാ കൃത്യങ്ങളെയും നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതായത് എന്താണ് ഇൻറ്റു 2 കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇൻറ്റു 2^1 കൊണ്ടാണ് ചെയ്യേണ്ടത്. അതായത് എന്താണ് നമ്മൾ എന്താണ് 2ന്റെ പവേഴ്സിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു എന്താണ് എപ്പോഴും ഇരട്ടി കാണാൻ ചോദിക്കുമ്പോഴും അതുപോലെ പകുതി കാണാൻ ചോദിക്കുമ്പോഴും സാധാരണയുള്ള എക്സാമുകളിൽ, അതായത് PSC പോലെയുള്ള എക്സാമുകളിലൊക്കെ എങ്ങനെയാണ് ചോദിക്കുള്ളൂ, അതായത് 2 ആയിട്ട് വരുന്നത്, അതായത് എക്സ്പോണന്റ് എന്താണ് 2ൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് 2ന്റെ മൾട്ടിപ്പിൾസ്, അങ്ങനെയാണ് സാധാരണ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അതായത് രണ്ടും എന്താണ് എക്സ്പോണൻസ് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് സാധാരണ ഇങ്ങനെ എക്സാമുകൾക്കൊക്കെ എന്ത് തരുള്ളൂ, അതായത് 2ന്റെ പവേഴ്സിൽ, അല്ലെങ്കിൽ എന്താണ് 2ന്റെ മൾട്ടിപ്പിൾസിന്റെ പവേഴ്സിൽ മാത്രമേ തരുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്യാം, അതായത് എന്താണ് ഏതൊരു എക്സ്പോണന്റ് തരുന്നോ അതിനെ എന്ത് ചെയ്യുക ഇൻറ്റു 2 കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇൻറ്റു 2^1 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ പ്രോബ്ലം തരുമ്പോഴും എന്താണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് എന്ത് ചെയ്യാം, ജനറൽ ആയിട്ടൊരു രീതിയിൽ എങ്ങനെ പറയാം നോക്കാം. അതായത് ഇപ്പോൾ 2^n, അതായത് ഇവിടെ 2^15 കണ്ടില്ലേ, അതുപോലെ നമ്മൾ എന്താണ് 2^n ഇരട്ടി എങ്ങനെയാണ് കാണാൻ നോക്കാം. അതായത് 2^n ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ് 2^n ഇൻറ്റു 2 ആണ്. എന്താണ് 2^n ഇൻറ്റു 2, അതായത് 2^n ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താണ് 2^n ഇൻറ്റു 2^1 അല്ലേ, 2^n ഇൻറ്റു 2^1. ഇവിടെ നമ്മൾ എന്താണ് a⁻m ഇൻറ്റു a⁻n, എന്താണ് a⁻m+n. അപ്പോൾ എന്താണ് 2^n ഇൻറ്റു 2^1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2^n+1, എന്താണ് 2^n+1 ആണ്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇതിനെ എന്ത് പറയാം, അതായത് 2^n ഇരട്ടി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും 2^n+1 ആയിരിക്കും. നമുക്കത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് 2^n എന്ന് പറയുന്ന ഒരു ഏത് സംഖ്യ ആയിക്കോട്ടെ, അതായത് റേസ് ടു പവർ ഏത് വന്നോട്ടെ, എന്താണ് 2^n ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി എത്രയായിരിക്കും 2^n+1 ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, അതായത് 2^62. ഈ 2^62 ഇതിൻ്റെ ഇരട്ടി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ, കാരണം നമുക്കറിയാം n+1 ചെയ്താൽ മതി. അപ്പോൾ 2^62ന്റെ ഇരട്ടി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് 2^63 ആണ്. എന്താണ് 2^63 ആണ്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് 2^100. 2^100ന്റെ ഇരട്ടി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് 2^101. എന്താണ്, അതായത് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ എന്താണ് 2^100 എന്താണ് വരിക 2^101 വരിക. അപ്പോൾ എന്താണ് ഏതാണെങ്കിലും എന്താണ് 2 ഏത് പവർ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇരട്ടി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പവർ ഒന്ന് കൂട്ടുക മാത്രം ചെയ്താൽ മതി. ഇനി എന്താണ് ഇത് 2 വെച്ചിട്ട് തന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് കൂടാതെ എന്താണ് 2ന്റെ പവേഴ്സിലും കൂടെ വരുന്നു പറഞ്ഞില്ലേ. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഞാനിവിടെ എടുക്കുകയാണ് ഒരു 16^10. എത്രയാണ് എടുത്തത് 16^10. അപ്പോൾ ഈ 16^10ന്റെ ഇരട്ടി കാണാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അതായത് ഇതിന് എന്ത് ചെയ്യുക 2ന്റെ പവറിലേക്ക് ആദ്യം മാറ്റി എഴുതാം. കാരണം ഇൻറ്റു 2 അല്ലേ നമുക്ക് ഇരട്ടി കാണാൻ ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക നമ്മൾ 2ന്റെ പവറിലേക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ 16നെ 2ന്റെ പവറിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതായത് 16 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് 2^4 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം 16നെ എന്ത് ചെയ്യുക 2^4ലേക്ക് മാറ്റി എഴുതാം. പിന്നെ ഇവിടെ എന്താണ് ഓൾറെഡി ഒരു (10) ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക ഈ 2^4 എന്തിനാ എന്ത് ചെയ്യുക (10) എന്ന് എഴുതാം. അതായത് എന്താണ് ഇവിടെ ഒരു (10) ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം (10). അപ്പോൾ എന്താണ് 2^4 (10) എന്ന് കിട്ടി. ഇനി നമ്മളൊരു റൂള് പഠിച്ചിട്ടുണ്ട്, അതായത് എന്താണ് a⁻m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് a⁻m×n അല്ലെങ്കിൽ എന്താണ് a⁻mn ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അതായത് 2^4 × 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് 2^4 × 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2^14. എത്രയാണ് 2^14. അപ്പോൾ എന്താണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് 16^10നെ നമുക്ക് എങ്ങനെ എഴുതാം 2^40 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് 2^40 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഇരട്ടി കാണാൻ എന്താണ്, അതായത് പവറിനോട് ഒന്ന് കൂട്ടിയാൽ മാത്രം പോരെ. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എത്രയാണ് 2^41. അതായത് 2^40 ആണെന്ന് കിട്ടി. അതിൻ്റെ ഇരട്ടി കാണാൻ എന്ത് ചെയ്യുക 2^41. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സംഖ്യ തന്നിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം ആദ്യം 2ന്റെ പവറിലേക്ക് മാറ്റി എഴുതുക. പിന്നെ എന്താണ് അപ്പോൾ ആ ഒരു സംഖ്യ കിട്ടില്ലേ അതിനെ എന്ത് ചെയ്യുക പവറിനോട് ഒന്ന് കൂട്ടുക. അത്ര മാത്രം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോണൻസിൻ്റെ എന്താണ് ഇരട്ടി കാണാൻ പറ്റും. ഇനി ഇതെന്താണ് ഇരട്ടി കാണാനുള്ളതാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോണൻസിന്റെ പകുതി എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ പകുതി കാണാൻ എന്താണ്, അതായത് ഇരട്ടി കാണാൻ × 2 ചെയ്താൽ മതിയായിരുന്നു. അതുപോലെ എന്താണ് പകുതി കാണാനാണെങ്കിൽ എന്താണ് ÷ 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ
എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ 213 എത്രയാണ്? 213. ഇതിന്റെ പകുതി എങ്ങനെയാണ് കാണാന്ന്? അതായത് 213ന്റെ പകുതി എങ്ങനെയാണ് കാണുക? അതായത് ഇതിന് എന്ത് ചെയ്താൽ മതി? ഏത് സംഖ്യേന്റെ പകുതി കാണുമെങ്കിലും ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ എന്താണ് 213ന്റെ പകുതി എന്ന് പറയുമ്പോൾ 230 ഡിവൈഡഡ് ബൈ 2 ആണ്. എന്താണ് 230 ഡിവൈഡഡ് ബൈ 2? അപ്പൊ അതായത് എന്താണ് 2 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് പവർ എത്രയുണ്ട്? 1 പവർ ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് 230 ഡിവൈഡഡ് ബൈ എന്താണ് 2:1 ആണ്. പിന്നെ നമുക്ക് എന്താണ് ഒരു റൂൾ നമുക്കറിയാം. അതായത് എന്താണ് a⁻m ഡിവൈഡഡ് ബൈ a⁻n. എന്താണ് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് a⁻m-n ആണ്. എന്താണ് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁻m-n ആണ്. അപ്പൊ ഇവിടെ എന്താണ് 230 ഡിവൈഡഡ് ബൈ 2:1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം 2 അതായത് ഇവിടെ 13 ആണ് പവറിലുള്ളത്, ഇവിടെ എന്താണ് 1 ആണ് ഉള്ളത്. അപ്പൊ 230 - 1 എത്രയാണ്? 212. അപ്പൊ എങ്ങനെയാണ് പകുതി കാണാം? അതായത് ഏതൊരു സംഖ്യയാണെങ്കിലും എന്താണ് പകുതി കാണണമെങ്കിൽ ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ്? 213 ആണ് തന്നത്. അപ്പൊ ഈ 213ന്റെ പകുതി കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 213/2. അതായത് ബൈ 2 എന്ന് പറയുമ്പോൾ അതായത് 2:1 ഉണ്ട്. അപ്പൊ എന്താണ് 213/2:1. ഇവിടെ എന്താണ് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് a⁻m-n. അപ്പൊ എന്താണ് 213 മൈനസ് അടിയിൽ എത്രയാണുള്ളത്? 1 ആണുള്ളത്. അപ്പൊ 213 - 1 എത്രയാണ്? 212. ഇങ്ങനെയാണ് പകുതി കാണാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇരട്ടി കാണുമ്പോൾ നമ്മളൊരു ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞില്ലേ എന്ന് വെച്ചിട്ട്, അതുപോലെ എന്താണ് പകുതിയുടെ കാര്യത്തിലും നമുക്ക് നോക്കാം. അതായത് 2:n പകുതി എന്താണ്? 2:n പകുതി. 2:n പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് 2:n ഡിവൈഡഡ് ബൈ 2:1 ആണ്. അപ്പൊ അതായത് എന്താണ് 2:n-1 ആണ്. എന്താണ് 2:n-1. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതായത് 2:n പകുതി എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാം? 2:n-1 ആണെന്ന് പറയാം. എന്താണ് 2:n പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2:n-1 ആണ്. ഇനി നമുക്ക് അപ്പൊ എന്താണ് 2 വെച്ചിട്ട് എന്താണ് ഡിവൈഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇത് കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് 2:n അതായത് 2 ഏത് പവർ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പകുതി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പവറിന്റെ അകത്തുനിന്ന് ഒന്ന് കുറച്ചാൽ മതി. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. അതായത് 283. 283ന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 83 ഒന്ന് കുറയ്ക്കുക മാത്രം ചെയ്താൽ മതി. എത്രയാണ്? 282. എത്രയാണ്? 282. ഇനിയിപ്പോൾ ഞാൻ പറയാണ് 256. 256 എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 255. എത്രയാണ്? 255. അപ്പൊ എന്താണ് ഏത് സംഖ്യേന്റെ ആണെങ്കിലും പകുതി കാണുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ തന്നിട്ടുള്ള പവറിന് എന്ത് ചെയ്യുക? ഒന്ന് കുറയ്ക്കുക മാത്രം ചെയ്താൽ മതി. ഇതെന്താണ് 2 തരുമ്പോൾ. ഇനി എന്താണ് 2ന്റെ മൾട്ടിപ്പിൾസിലാണ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം എന്ത് ചെയ്യുക? 2ന്റെ പവറിലേക്ക് എഴുതാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് 32 എത്രയാണ്? 32⁵5. എത്രയാണ്? 32⁵5. ഇതിന്റെ പകുതിയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? ഈ 32നെ എന്ത് ചെയ്യണം? 2ന്റെ പവറിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. അപ്പൊ 2ന്റെ പവറിലേക്ക് മാറ്റി എഴുതുമ്പോൾ എത്രയാണ്? 32ന്റെ പകുതി എന്ന് വെച്ചിട്ടുണ്ട്. 32 2ന്റെ പവറിലേക്ക് എഴുതുമ്പോൾ എത്രയാണ്? അതായത് 32നെ എന്ത് ചെയ്യുക? 2ന്റെ പവറിലേക്ക് എഴുതാം. എത്ര എഴുതാം? 2⁵5. 32 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2⁵5 ആണ്. ഈ 2⁵5 പിന്നെ ഇവിടെ എന്താണ്? ഒരു all⁵5 കൂടി ഇല്ലേ? all⁵5. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 2⁵5 all⁵5. അതായത് എന്താണ്? a⁻m all⁵n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a⁻m-n ആണ്, അല്ലെങ്കിൽ എന്താണ്? a⁻m-n ആണ്. അപ്പൊ ഇവിടെ എന്താണ്? 2⁵5 all⁵5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2⁵5 × 5 എത്രയാണ്? 2⁻25. എത്രയാണ്? 2⁻25. അപ്പൊ എന്താണ്? 32⁵5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2⁻25 ആണ് അല്ലേ? ഈ 2⁻25. അപ്പൊ ഇതിന്റെ പകുതി കാണാന്ന് പറയുമ്പോൾ, അതായത് 32⁵5ന്റെ പകുതി കാണാന്ന് പറയുമ്പോൾ എന്താണ്? 2⁻25ന്റെ പകുതി കാണുകയെന്നല്ലേ? അപ്പൊ 2⁻25ന്റെ പകുതി കാണുക. എന്ത് ചെയ്താൽ മതി? പവറിനോട് എന്താണ്? ഒന്ന് മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ് പകുതി? എത്രയാണ് വരിക? അതായത് 2⁻24. അപ്പൊ എന്താണ്? 32⁵5ന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2⁻24. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പകുതി കാണുക. അതായത് എന്താണ്? ഏത് പവറാണ്? അതായത് 2⁻n പകുതി കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 2⁻n-1 ആണ്. നേരത്തെ നമ്മൾ എന്താണ് ഇരട്ടി പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് 2⁻n ഇരട്ടി ആകുമ്പോൾ എന്തായിരുന്നു? 2⁻n+1 ആണ്. എന്നാൽ പകുതി കാണാന്ന് പറയുമ്പോൾ എന്താണ്? 2⁻n-1 ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നോക്കിയത്. അതായത് ഏതൊക്കെയാണ് നോക്കിയത്? ഇരട്ടി കാണാനും നോക്കി, അതുപോലെ എന്താണ് പകുതി കാണാനും നോക്കി.
നമുക്കിനി എന്താണ് അടുത്തൊരു ടൈപ്പ് നോക്കാം. അതായത് എന്താണ് വർഗ്ഗമൂലം എങ്ങനെയാണ് കാണുക, അല്ലെങ്കിൽ എന്താണ് സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാണുക എന്നും കൂടെ നോക്കാം. എന്താണ് ഇവിടെ നോക്കുന്നത്? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ എന്താണ് വർഗ്ഗമൂലം എങ്ങനെയാണ് കാണുക എന്നാണ് നോക്കേണ്ടത്. അപ്പൊ എന്താണ് ഞാൻ നേരത്തെ തന്നെ എന്താണ് വർഗ്ഗമൂലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് എന്താണ് നമ്മൾ ഏതൊരു സംഖ്യ ആണെങ്കിലും റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് വെറും റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. ഇനി എന്താണ് ഇതിപ്പോ ക്യൂബ് റൂട്ട് ആയിരുന്നെങ്കിൽ, ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/3 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/3 എന്ന് എഴുതാം. ഇനി ഇവിടെ ഫോർത്ത് റൂട്ട് ആണെങ്കിൽ എന്താണ് എക്സ് റേസ് ടു 1/4 എന്ന് എഴുതാം. അതായത് nth റൂട്ട് ആണെങ്കിൽ നമ്മൾ റൂളിൽ പറഞ്ഞതാണ് എന്താണ് nth റൂട്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു എന്താണ് 1/n എന്ന് എഴുതാം. എന്താണ് എക്സ് റേസ് ടു 1/n എന്ന് എഴുതാം. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു എക്സ്പോണൻസിന്റെ എന്താണ് സ്ക്വയർ റൂട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ്, ഇത് സ്ക്വയർ റൂട്ട് ആണ് കേട്ടോ, സാധാ റൂട്ട്. അപ്പൊ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 7 റേസ് ടു 10. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 7 റേസ് ടു 10. എന്താണ് 7 റേസ് ടു 10 ആണ്. അതിന്റെ എന്താണ് കാണേണ്ടത്? സ്ക്വയർ റൂട്ട് ആണ് കാണേണ്ടത്. അപ്പൊ ഇത് എങ്ങനെയാണ് കാണുക? അതായത് നമ്മളിവിടെ റൂളിൽ പറഞ്ഞു എന്താണ് റൂട്ട് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ് റേസ് ടു 1/2 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് 7 റേസ് ടു 10 ഇല്ലേ, 7 റേസ് ടു 10. പിന്നെ ഇതിനെ റൂട്ട് ഒഴിവാക്കുമ്പോൾ എന്താണ് ഇൻറ്റു 1/2 എന്ന് എഴുതാം. എന്താണ് ഇൻറ്റു 1/2. എന്താണ് 7 റേസ് ടു 10 എങ്ങനെ എഴുതാം? അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 7 റേസ് ടു 10 എങ്ങനെ എഴുതാം? 7 റേസ് ടു 10 ഇൻറ്റു 1/2 എന്ന് എഴുതാം. അപ്പൊ 7 റേസ് ടു 10 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് 10 ഇൻറ്റു 1/2, അതായത് 10/2 എത്രയാണ്? 5. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? 7 റേസ് ടു 5 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 7 റേസ് ടു 5 എന്ന് എഴുതാം. അപ്പൊ എന്താണ് അതായത് 7 റേസ് ടു 10ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 7 റേസ് ടു 5 ആണ്. ഇനി അതുപോലെ അടുത്ത വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പൊ ക്യൂബ് റൂട്ട് വെച്ചിട്ട് പറയാം. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ക്യൂബ് റൂട്ട് ഓഫ് 12 റേസ് ടു 15. എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 12 റേസ് ടു 15. അപ്പൊ ഈ എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് 12 റേസ് ടു 15 ഇതെങ്ങനെയാണ് കാണുക? അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 12 റേസ് ടു 15 ഇൻറ്റു, അതായത് ഈ ക്യൂബ് റൂട്ടിനെ എങ്ങനെ എഴുതാം? ഇൻറ്റു 1/3. എന്താണ് ഈ 12 റേസ് ടു 15 എന്താണ് അതുപോലെ തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെയുള്ള ക്യൂബ് റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. അപ്പൊ എന്താണ് 12 റേസ് ടു 15 ഇൻറ്റു 1/3, അതായത് 15/3 എത്രയാണ്? 5. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 12 റേസ് ടു 5 എന്ന് എഴുതാം. എങ്ങനെയാണ്? 12 റേസ് ടു 5 എന്ന് എഴുതാം. അപ്പൊ എന്താണ് ഏതൊരു എക്സ്പോണന്റിന്റെ ആണെങ്കിലും എങ്ങനെയാണ്, അതായത് എന്താണ് ഇവിടെയുള്ളത്, അതായത് ഇപ്പം ഇത് എന്താണ് സ്ക്വയർ റൂട്ട് ആകുമ്പോൾ എന്ത് ചെയ്യാം? ഇവിടെയുള്ള എക്സ്പോണന്റിന്റെ കൂടെ എന്താണ് റേസ് ടു എന്താണ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അവിടെ എന്താണ് ക്യൂബ് റൂട്ട് ആണെങ്കിൽ എന്താണ് ഇൻറ്റു 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ, അതായത് ഇപ്പോൾ ഫോർത്ത് റൂട്ട് ആയിരുന്നു എന്ന് വിചാരിക്കാം. അതായത് ഫോർത്ത് റൂട്ട് ഓഫ് 8 റേസ് ടു 20 ആണെന്ന് വിചാരിക്കാം. എന്താണ് ഫോർത്ത് റൂട്ട് ഓഫ് 8 റേസ് ടു 20 എങ്ങനെയാണ് എഴുതാം? അതായത് നമ്മൾ എന്ത് ചെയ്യുക? 8 റേസ് ടു 20 അതുപോലെ തന്നെ എഴുതുക. പിന്നെ എന്താണ് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അതായത് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20/4 എത്രയാണ് വരിക? 5. അപ്പം നമുക്ക് എന്ത് കിട്ടും? 8 റേസ് ടു 5 എന്ന് കിട്ടും. എങ്ങനെയാണ് കിട്ടുക? 8 റേസ് ടു 5 എന്ന് കിട്ടും. അതായത് എന്താണ് ഇവിടെയുള്ള ഈ പവർ ഇല്ലേ, ഈ പവറിനെ എന്ത് ചെയ്യാം? ഏത് റൂട്ടാണോ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? 2 ചെയ്യുക. ക്യൂബ് റൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? 3 ചെയ്യുക. ഇനി എന്താണ് ഫോർത്ത് റൂട്ട് ആകുമ്പോൾ 4 ചെയ്യുക. സിക്സ്ത് റൂട്ട് ആണെങ്കിൽ 6 ചെയ്യുക. ഇങ്ങനെ എന്താണ് ഏത് റൂട്ടാണോ ഉള്ളത് അത് എന്ത് ചെയ്യുക? ഈ പവറിൽ എന്ത് ചെയ്യുക? പവറിനെ എന്ത് ചെയ്യുക? ആ ഏത് റൂട്ടാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് എക്സ്പോണൻസിന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ എന്താണ് വർഗ്ഗമൂലം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ്, അതായത് എന്താണ് നമ്മൾ ഇന്ന് എന്താണ് എക്സ്പോണൻസിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, അതായത് എന്താണ് ഇരട്ടി കാണുക, അതുപോലെ എന്താണ് പകുതി കാണുക, പിന്നെ എന്താണ് വർഗ്ഗമൂലം കാണുക. ഈ 3 ടൈപ്പിലുള്ള പ്രോബ്ലംസ് മാത്രമാണ് നോക്കിയത്. എക്സ്പോണൻസിൽ എന്താണ് ഇനി എന്താണ് ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സുകളിലായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.